നിങ്ങളുടെ സ്വർഗീയ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാവിന് നമ്മുടെ ആവശ്യങ്ങൾ അറിയാം. നിങ്ങളുടെ ആവശ്യങ്ങളെ പിതാവ് അറിയുന്നുണ്ട്. തക്ക സമയത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കൂ, ദൈവത്തിൽ ആശ്രയിക്കൂ. അവൻ തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി കരുതും. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഉയർന്നവയാണ്. നിങ്ങളത് കാണാൻ പോവുകയാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ പിതാവാം ദൈവം പൂർണ്ണമായും തീർത്തു തരും. നിങ്ങൾ ഭാരപ്പെടുന്നത് പോലെ സംഭവിക്കുകയില്ല. ദൈവം നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല, നിങ്ങളെ തള്ളിക്കളയുകയില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുവിൻ. അവൻ തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നു. പരിശുദ്ധാത്മാവിനെ കൂടാതെ, ദൈവത്തെ കൂടാതെ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുകയില്ലെന്ന്, വിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിയുകയില്ലെന്ന്, ശുശ്രൂഷിക്കുവാൻ കഴിയുകയില്ലെന്ന് ദൈവം അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നു. വിശ്വാസത്തിൽ നിങ്ങൾ സമ്പന്നരാകണം. വിശ്വാസത്തിൽ നിങ്ങൾ ശക്തിപ്പെടണം. യേശു കർത്താവ് തൻ്റെ ശിഷ്യരെക്കുറിച്ച് അത് വിചാരപ്പെട്ടിരുന്നു. അവരെ തൻ്റെ കൂടെ ചേർത്ത് നിർത്തുമ്പോൾ അവർ വിശ്വസിക്കുവാനിടയാകണം, അവർ വിശ്വാസത്തിൽ സമ്പന്നരാകണമെന്ന യേശുവിന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ യേശു കർത്താവ് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതെ, ദൈവത്തിൻ്റെ വിചാരം നിങ്ങൾ കാണാൻ പോവുകയാണ്. അപ്പോൾ തന്നെ കരം കൊടുക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ശിഷ്യന് വേണ്ടി തക്ക സമയത്ത് കരുതൽ വെളിപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ അന്നത്തെ ആവശ്യം അറിഞ്ഞ് ദൈവം പ്രവർത്തിച്ച് നമുക്ക് തിരുവഴുത്തിൽ കാണാം. അതെ, അവിടുന്ന് നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങളെ, സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. തക്ക സമയത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. ദൈവത്തിൻ്റെ വിശ്വസ്തത നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ വിചാരപ്പെടുന്നത് പോലെ, ഭാരപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കുകയില്ല. ഇന്ന് പകലും ദൈവത്തിൻ്റെ വിചാരങ്ങൾ, ദൈവത്തിൻ്റെ വിശ്വസ്തത നിങ്ങൾ കാണാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ദൈവത്തിനായി കാത്തിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.